ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ സെഷൻ ഓൺ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി. ഇന്ന് നമുക്ക് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയെ പറ്റി നോക്കാം. എറിക് എറിക്സൻ്റെ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓൾസോ കോൾഡ് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി. അതിന് വിവിധ സ്റ്റേജുകളായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഓരോ സ്റ്റേജും ഓരോ ഏജ് ലിമിറ്റ് അനുസരിച്ചാണ് ഓരോ സ്റ്റേജുകളും അവതരിപ്പിച്ചിരിക്കുന്നത്. So first we will discuss about trust versus mistrust. That is from 0 to 18 months. ബർത്ത് മുതൽ 1.5 വർഷം വരെയുള്ള കാലയളവിലാണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന സ്റ്റേജ്. ഈ കാലയളവിൽ എന്താണ് സംഭവിക്കുന്നത്? The child believes its caregivers to be reliable. So child believes its caregivers to be reliable, and achievement of the task in this stage happens. And what will be the outcome of the achievement of task? There will be self-confidence, optimism, faith in the gratification of needs and desires, and hope for the future. അപ്പം ആ കാലയളവിലാണ് ഒരു കുട്ടി ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അവരുടെ പാരൻസിനോടുള്ള ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ കെയർ ഗിവറിനോടുള്ള ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലയളവാണ്. അത് അച്ചീവ് ചെയ്താൽ ആ കുട്ടി സെൽഫ് കോൺഫിഡൻസും ഒപ്റ്റിമിസവും ഫെയ്ത്ത് ഇൻ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ്സും ഡിസയേഴ്സും ഹോപ്പും ഒക്കെ ഉള്ള ഒരു കുട്ടിയായിട്ട് മാറും. അത് ഇല്ല എങ്കിൽ, നോൺ അച്ചീവ്മെൻ്റ് ആണ് സംഭവിക്കുന്നതെങ്കിൽ, ഇമോഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം. ദാറ്റ് ക്യാൻ ബി വിത്ത് സെൽഫ് ആൻഡ് അതേഴ്സ്. ദെൻ സസ്പീഷ്യസ്നെസ് ഉണ്ടാവാം, സംശയം, എല്ലാവരെയും സംശയമായിരിക്കും, ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് ആ കുട്ടി പോവാം. ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, മറ്റുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനുള്ള ഡിഫിക്കൽട്ടിയും ആ കുട്ടിക്ക് വരാം. So it's very important, the first primary period, trust versus mistrust, 0 to 18 months. The caregivers has to be very careful during this period to meet the gratification of needs of the infant. The next is autonomy versus shame and doubt. That is from 18 months to 3 years. 18 മാസം മുതൽ 3 years വരെയുള്ള കാലയളവിലാണ് autonomy versus shame and doubt. Child learn to explore the world. So child learn to explore the world. It is bad for the child if parent is overprotective or completely neglectful. നേരത്തെ നമ്മൾ മുൻപുള്ള ക്ലാസ്സുകൾ സംസാരിച്ച പോലെ ഓവർ പ്രൊട്ടക്ഷനും കംപ്ലീറ്റ് നെഗ്ലക്റ്റും രണ്ടും പാടില്ല. ചൈൽഡ് ലേൺ ടു എക്സ്പ്ലോർ ദ വേൾഡ്. കുട്ടി എൻവയോൺമെൻറ്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ പഠിക്കുകയാണ്. അപ്പോൾ ആ സമയങ്ങളിൽ കുട്ടിയെ നമ്മളൊരു അസിസ്റ്റഡ് ആയിട്ട് കുട്ടിയെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പോൾ അത് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു തുടങ്ങും. അപ്പോഴാണ് ആ കുട്ടിക്ക് ഒരു ഓട്ടോണോമി ഡെവലപ്പ് ചെയ്യുക. ഈ കാലയളവിലുള്ള ഇമ്പോർട്ടൻ്റ് ഈവൻ്റാണ് ടോയ്ലറ്റ് ട്രെയിനിങ്. അച്ചീവ്മെൻറ്റ് റിസൾട്ട് ഇൻ സെൽഫ് കൺട്രോൾ, ഫീലിംഗ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കൺട്രോളും ഫീലിംഗ് ഓഫ് സെൽഫ് കോൺഫിഡൻസും ഈ കാലയളവിലാണ് കുട്ടിക്ക് നേടാൻ കഴിയുന്നത്. നോൺ അച്ചീവ്മെൻറ്റ് എന്താ ഉണ്ടാക്കുക? ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് പ്രൈഡ് ഇൻ ദ എബിലിറ്റി ടു പെർഫോം. അപ്പം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ദർ വിൽ ബി ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. Autonomy versus shame and doubt, it is developed between 18 months to 3 years. So the parents should be very careful not to be overprotective and also not to be so neglectful, so that the child will be developing self-control, self-confidence, etc. So that is regarding 18 months to 3 years, autonomy versus shame and doubt. I hope you are clear. Next is initiative versus guilt. That is from 3 to 6 years. Initiative versus guilt. The child plan or do things on his own. അതായത് കുട്ടി സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. Such as dress himself or herself. If guilty about making his or her own choices, the child will not function well. അപ്പോൾ ഒരു കുട്ടി സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലാണ് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നല്ല കാര്യങ്ങൾ കുട്ടി ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പം കുട്ടി ഒരു ബട്ടൺസ് ഇട്ടാൽ മോനൊരു ബട്ടൺസ് ഇട്ടല്ലോ, അല്ലെങ്കിൽ ഒരു ബട്ടൺസ് അല്ലേ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നതിന് പകരം ഒരു ബട്ടൺസ് ഇട്ടല്ലോ, വെരി ഗുഡ്, ഇനി നമുക്ക് അടുത്ത ബട്ടൺസ് ഇടാൻ പഠിക്കാം എന്നിങ്ങനെ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അച്ചീവ്മെൻറ്റ് റിസൾട്ട് ഇൻ സെൽഫ് കൺട്രോൾ, അസേർട്ടീവ്നെസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. സ്വന്തമായി കാര്യം ചെയ്യാനുള്ള ഒരു എബിലിറ്റി കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഈ പീരീഡിലാണ്. സെൽഫ് കൺട്രോൾ, അവനവനെ തന്നെ സ്വയം നിയന്ത്രിക്കാനുള്ള എബിലിറ്റി. അസേർട്ടീവ്നെസ്, ഓരോന്നിനെയും ക്വസ്റ്റ്യൻ ചെയ്ത് ഇതെന്താണ് അങ്ങനെ അതിങ്ങനെ എന്ന് കൃത്യമായൊരു അസേർട്ടീവ് ആയിട്ടുള്ളൊരു ബിഹേവിയർ എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ കാലയളവിലാണ്.
നോൺ അച്ചീവ്മെൻറ്റ് റിസൾട്ട് ഇൻ ഫീലിംഗ് ഓഫ് ഇനാഡിക്വസി ആൻഡ് എ സെൻസ് ഓഫ് ഡിഫീറ്റ്. ഞാൻ എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, ഞാനൊരു തോൽവിയാണ് എന്നുള്ളൊരു തോന്നൽ കുട്ടിയിൽ എത്തിക്കാൻ ഇതിൻ്റെ നോൺ അച്ചീവ്മെൻറ്റ് കാരണമാക്കുന്നു. സോ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ഡെവലപ്പ് ബിറ്റ്വീൻ 3 to 6 years. സോ പാരൻസ് ഹാവ് ടു സപ്പോർട്ട് ദ child when the child is doing some things on alone, and you have to correct it positively rather than criticizing him. So that is initiative versus guilt. So next one is industry versus inferiority. That is from 6 to 12 years. Child comparing self-worth to others, such as in a classroom environment. So comparison, child സ്വന്തമായിട്ട് ഉള്ള എബിലിറ്റിയും മറ്റുള്ളവരുടെ എബിലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാലയളവാണ് 6 to 12 years. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ആൻഡ് ചൈൽഡ് ക്യാൻ റെക്കഗ്നൈസ് മേജർ ഡിസ്പാരിറ്റീസ് ഇൻ പേഴ്സണൽ എബിലിറ്റീസ് റിലേറ്റീവ് ടു അതർ ചിൽഡ്രൻ. മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ എബിലിറ്റിയും എൻ്റെ എബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കുട്ടിക്ക് സഹായം ആകുന്ന കാലയളവാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ഫ്രം 6 to 12 years. ദ ടീച്ചർ ഷുഡ് എൻഷുർ ദാറ്റ് ചിൽഡ്രൻ ഡു നോട്ട് ഫീൽ ഇൻഫീരിയർ. ഈ കാലയളവിൽ കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്കൂളിലാണ്, അല്ലേ? കുട്ടികൾ ടീച്ചർമാരുടെ അടുത്തായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം കുട്ടികളെ ടീച്ചർമാർ വളരെയധികം കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യണം. ഒരു കുട്ടിക്കും മറ്റു കുട്ടിയേക്കാൾ ഇൻഫീരിയർ ആണെന്നുള്ള തോന്നൽ വരാത്ത രീതിയിൽ വേണം കുട്ടികളെ മാനേജ് ചെയ്യാൻ. അച്ചീവ്മെൻറ്റ് ഓഫ് ദിസ് ടാസ്ക് വിൽ റിസൾട്ട് ഇൻ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ട്രസ്റ്റ് വർത്തിനെസ്, ബാലൻസ് ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയൽ വേൾഡ്. അപ്പോൾ അങ്ങനെ ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ കാലയളവിൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. എല്ലാത്തിനും ഒരു ബാലൻസ്, ഫാൻറ്റസിയും റിയൽ വേൾഡും തമ്മിലുള്ള ഒരു ബാലൻസും എല്ലാം കുട്ടിക്ക് തിരിച്ചറിവ് കിട്ടുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ പറയുന്ന ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ദാറ്റ് ഈസ് ഫ്രം 6 to 12 years. ദാറ്റ് ഈസ് ദ മെയിൻ സ്കൂൾ ഗോയിങ് പീരീഡ്. ദെൻ നോൺ അച്ചീവ്മെൻറ്റ് വിൽ റിസൾട്ട് ഇൻ ഡിഫിക്കൽട്ടി ഇൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ഫീലിംഗ് ഓഫ് പേഴ്സണൽ ഇനാഡിക്വസി. അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ പേഴ്സണൽ ഇനാഡിക്വസി ഫീലിംഗും എല്ലാം കുട്ടിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. അടുത്തത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അതായത് ടീനേജ് കാലയളവിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ക്വസ്റ്റ്യനിങ് ഓഫ് സെൽഫ്, ഹൂ ആം ഐ, ഞാൻ ആരാണ്, ഹൗ ഡു ഐ ഫിറ്റ് ഇൻ, എനിക്ക് ഏതാണ് കൂടുതൽ നല്ലത്, ഞാൻ ഏത് പാത തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നെല്ലാം കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു കാലയളവാണ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ദാറ്റ് ഈസ് ഫ്രം 12 to 20 years. So Erikson believes that if parents allow the child to explore, to conclude their own identity. However, if parents continually push him or her to conform to their views, the teen will face identity confusion. അപ്പം കുട്ടിയെ സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അവരുടെ ഐഡൻറ്റിറ്റി സ്വന്തമായിട്ട് കണ്ടെത്താൻ വേണ്ടി സഹായിക്കണം എന്നാണ് എറിക്സൺ പറയുന്നത്. അല്ലാതെ നമ്മൾ നീ ഇന്നയാളാവണം, അല്ലെങ്കിൽ നീ ഇതുപോലെ ആവണം, നീ അതുപോലെ ആവണമെന്ന് കുട്ടിയെ പുഷ് ചെയ്ത് അവരിലേക്ക് ഒരു ഐഡൻറ്റിറ്റി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ കുട്ടിക്ക് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടാവും എന്നാണ് എറിക്സൺ പറയുന്നത്. അച്ചീവ്മെൻറ്റ്, ഇറ്റ് വിൽ റിസൾട്ട് ഇൻ സെൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഓർ സെൻസ് ഓഫ് കോൺഫിഡൻസ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് വ്യൂ ഓഫ് ദ സെൽഫ് ആസ് എ യുണീക്ക് ഇൻഡിവിജ്വൽ. അച്ചീവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ്, ഞാൻ ഒരു യുണീക്ക് ഇൻഡിവിജ്വലാണ്, ഒരു സെൽഫ് കോൺഫിഡൻസ്, ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് എൻ്റെതായ ഐഡൻറ്റിറ്റി ഉണ്ട് എന്നൊക്കെ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയും. അതില്ലെങ്കിൽ ആകെ ഒരു ഡൗട്ടായിരിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള ലൈഫ് ആകെ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ള തോന്നലുകളെല്ലാം കുട്ടിക്ക് വരുന്നു. ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ദാറ്റ് ഈസ് ഫ്രം 12 to 20 years. Next is intimacy versus isolation. Intimacy versus isolation, 20 to 30 years. The ability to share and give to another person without sacrificing one's identity is the hallmark of this stage. So the ability to share and give to another person, ഒരാളുമായിട്ട് ഷെയർ ചെയ്യാനും ഒരാൾക്ക് കൊടുക്കൽ വാങ്ങലുകൾ നടത്താനുമൊക്കെ ശീലിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതായത് നമ്മൾ ഐഡൻറ്റിറ്റി സാക്രിഫൈസ് ചെയ്യാതെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി, ഷെയറിങ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഫോർമേഷൻ ഓഫ് ഇൻറ്റിമേറ്റ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഓപ്പോസിറ്റ് സെക്സ് ഇസ് എ ഹോൾമാർക്ക് ഓഫ് ദിസ് പീരീഡ്. അപ്പോൾ ഇൻറ്റിമേറ്റ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഓപ്പോസിറ്റ് സെക്സ്, അതായത് ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളുമായിട്ട് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എത്തിപ്പെടാൻ
കഴിവുള്ള ഒരു കാലഘട്ടമാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ പീരീഡ്. ദെൻ അച്ചീവ്മെൻറ്റ് റിസൾട്ട് ഇൻ മ്യൂച്വൽ ലവ് ആൻഡ് റെസ്പെക്റ്റ് ആൻഡ് ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ്. ഇത് നേരായ രീതിയിൽ നടക്കുകയാണെങ്കിൽ there will be mutual love and respect between the partners and there will be total commitment throughout the life. അത് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, the person will be withdrawn, he will feel socially isolated and he will have loneliness. So that is intimacy versus isolation from 20 to 30 years. അടുത്തത് generativity versus stagnation or self absorption, that is from 30 to 65 years. അതായത് ജനറേറ്റിവിറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്, ജനറേറ്റ് ചെയ്യുക. സോ ദ പേഴ്സൺ സമ്പാദിക്കുക, അല്ലേ, നമ്മൾ സമ്പാദിക്കുക. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള തോന്നൽ മനസ്സിൽ വരിക. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ്റെ പ്രത്യേകത. ദ സ്റ്റേജ് ഓഫ് മെഷറിങ് അക്കംപ്ലിഷ്മെൻറ്റ്സ് ആൻഡ് ഫെയിലിയേഴ്സ്, ജീവിതത്തിൽ എന്തെല്ലാം നേടി എന്തെല്ലാം നഷ്ടപ്പെട്ടു എന്നെല്ലാം മെഷർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ദേ ആർ കൺസേൺഡ് വിത്ത് പേഴ്സണൽ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, ദ നീഡ് ടു അസിസ്റ്റ് ദ യങ്ങർ ജനറേഷൻ. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമ്മളുടെ അടുത്ത തലമുറയെ സപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ എല്ലാം ആലോചിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്റ്റാഗ്നേഷൻ ഈസ് ദ ഫീലിംഗ് ഓഫ് നോട്ട് ഹാവിങ് ഡൺ എനിത്തിങ് ടു ഹെൽപ്പ് ദ നെക്സ്റ്റ് ജനറേഷൻ. ഞാൻ ഇത്രയെല്ലാം ആയിട്ടും ഇതുവരെ ഒന്നും എനിക്ക് സമ്പാദിക്കാൻ പറ്റിയില്ലല്ലോ, എൻ്റെ അടുത്ത ജനറേഷന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നെല്ലാം തോന്നുന്ന ഒരവസ്ഥയാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. അച്ചീവ്മെൻറ്റ് എന്താ ഉണ്ടാക്കുക, സെൻസ് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ ഫ്രം പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് മീനിങ് കോൺട്രിബ്യൂഷൻ ടു അതേഴ്സ്. സ്വന്തമായിട്ടൊരു ഗ്രാറ്റിഫിക്കേഷൻ, ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ വിൽ ബി ദെയർ ഫ്രം പേഴ്സണൽ ആസ് വെൽ ആസ് പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്സ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മീനിങ് ഫുള്ളായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള തോന്നലും ഈ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. നോൺ അച്ചീവ്മെൻറ്റ് എന്താ ഉണ്ടാവുക, ലാക്ക് ഓഫ് കൺസേൺ ഫോർ വെൽഫെയർ ഓഫ് അതേഴ്സ് ആൻഡ് ടോട്ടൽ പ്രീ ഓക്യുപ്പേഷൻ വിത്ത് സെൽഫ്. തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി മറ്റുള്ളവരെ പറ്റിയൊന്നും ബോധറല്ലാതെ ഇരിക്കുന്നൊരവസ്ഥയിലേക്ക് ആൾ മാറിക്കൊണ്ടിരിക്കുന്നൊരു ഇതാണ് ഇത് അതിൻ്റെ നോൺ അച്ചീവ്മെൻറ്റ് റിസൾട്ട് ചെയ്യുന്നത്. ഇഫ് ദ പേഴ്സൺ ഡസ് നോട്ട് അച്ചീവ് ദ ടാസ്ക് ദെൻ ഹി വിൽ ബി ഹാവിങ് ലാക്ക് ഓഫ് കൺസേൺ ഫോർ ദ വെൽഫെയർ ഓഫ് അതേഴ്സ് ആൻഡ് ടോട്ടൽ പ്രീ ഓക്യുപ്പേഷൻ വിത്ത് സെൽഫ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഫ്രം 65 ഇയേഴ്സ് ടു ഡെത്ത്. അതായത് 65 വയസ്സ് മുതൽ മരണം വരെ ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. ദ ഇൻഡിവിജ്വൽ ഈസ് ലുക്കിംഗ് ബാക്ക് ഓൺ വൺസ് ലൈഫ് ആൻഡ് ഫീൽ സാറ്റിസ്ഫൈഡ് വിത്ത് ദ അക്കംപ്ലിഷ്മെൻറ്റ്സ് ദെയർ ബൈ ക്രിയേറ്റിംഗ് എ മീനിങ് ഓഫ് വൺസ് ലൈഫ്. അതായത് എല്ലാം കഴിഞ്ഞ് റിട്ടയറൊക്കെ ആയി റിലാക്സ് ആയി ഒരു കസേരയിൽ ചാരി ഇരുന്ന് കഴിഞ്ഞ കാലത്തെ പറ്റി ആലോചിച്ച് അതിനെപ്പറ്റി ആലോചിക്കുക, നെടുവീർപ്പിടുക, സാറ്റിസ്ഫാക്ടറി ഫീലിംഗ് ഉണ്ടാക്കുക, ഞാൻ എൻ്റെ ജീവിതം അർത്ഥപൂർണമായി എന്ന് ചിന്തിക്കുക, ഇതൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ. അത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ പേഴ്സൺ വിൽ ഫീൽ സെൻസ് ഓഫ് സെൽഫ് വർത്ത്, എന്നെ തന്നെ ഒരു വില, നമ്മൾ സ്വയം മതിപ്പ് തോന്നും. അതേസമയം സെൽഫ് ആക്സെപ്റ്റൻസ് ആൻഡ് സെൽഫ് ഡിഗ്നിറ്റി. അപ്പോൾ അവർ സ്വന്തമായിട്ട് ഞാൻ ഒരു ഡിഗ്നിഫൈഡ് ആളാണ്, ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ഞാൻ വിലയുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ സ്വയം മതിക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള എല്ലാ തോന്നലുകളെല്ലാം വരും. അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ദ പേഴ്സൺ വിൽ ഫീൽ വർത്ത്ലെസ്, ഹെൽപ്ലെസ്, ആങ്കർ, ഡിപ്രഷൻ ആൻഡ് ലോൺലിനെസ്. ഈ എല്ലാ ഫീലിങ്സും, നെഗറ്റീവ് ഫീലിങ്സ് എല്ലാം ആ വ്യക്തിക്ക് വരാനുള്ള സാധ്യത വളരെയധികമുണ്ട്. അപ്പോൾ ഇതാണ് എറിക്സൺസ് സ്റ്റേജസ് ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ്. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ എറിക്സൺസ് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻ്റ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ ജനനം മുതൽ അയാൾ മരിക്കുന്നത് വരെയുള്ള അയാളുടെ കാലഘട്ടത്തെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി തിയറിയാണ് എറിക്സൺ സൈക്കോസോഷ്യൽ തിയറി. ഇതിന് സൈക്യാട്രിയിലും പീഡിയാട്രിക്സിലും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ജനനം മുതൽ മരണം വരെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ് ലൈഫിനെ അത് പിക്ചർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് പേഴ്സണാലിറ്റി തിയറി. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് theory, so don't forget to study this. So keep watching and stay connected. Thank you.